മക്കളെ, ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോസിൽ സാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോഞ്ചുഗേറ്റ് ഇപ്പോൾ 1/√a + √b എന്ന് പറഞ്ഞാൽ √a - √b ആണ് അതിൻ്റെ കോഞ്ചുഗേറ്റ്. അപ്പോൾ 1/√a + √b അതിനെ നമ്മൾ √a - √b കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ a + b × a - b ഫോമിൽ a² - b² വരും. ഇതൊക്കെ സാർ പറഞ്ഞു തന്നതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. If x = 1 + √2, then the value of x - 1/x (2). നമുക്ക് 4 ചോയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് x - 1/x (2) ആണ്. നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 + √2 തന്നു. ആദ്യം നമുക്ക് 1/x കണ്ടിട്ട് x - 1/x കാണാം, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കാം. നമുക്ക് തന്നിട്ടുണ്ട് x = 1 + √2. ഇത് നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത് 1/x ആണ്. അപ്പോൾ 1/x എന്ന് പറയുമ്പോൾ 1/1 + √2 എന്ന് വരും. പക്ഷേ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യണം. ഈ 1 + √2ൻ്റെ കോഞ്ചുഗേറ്റ് എത്രയാണ്? 1 - √2. അപ്പം നമുക്ക് ഈ 1/1 + √2വിനെ 1 - √2 കൊണ്ട് മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തു. അപ്പം ന്യൂമറേറ്ററിൽ 1 × 1 - √2 ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിലാണ് നമ്മൾ നോക്കേണ്ടത്. a + b × a - b ഫോമിലേക്ക് അത് വന്നു. അപ്പം നമുക്ക് a² 1² വരും, -b² √2ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ 1 - √2 എന്ന് പറയുമ്പോൾ നമുക്ക് 1² - √2² എന്ന് പറയുമ്പോൾ നമുക്കത് 1 - 2 എന്ന് കിട്ടും. 1 - 2 നമുക്ക് -1 ആണ്. ന്യൂമറേറ്ററിൽ 1 - √2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഇപ്പം -1 കിട്ടി. പക്ഷേ നമുക്ക് ഈ മൈനസ് മാറ്റാൻ വേണ്ടി ഈ √2 - 1 ഒന്ന് തിരിച്ചിട്ടാൽ മതി. കാരണം 1 - √2വിനെ ഈ -1 മാറ്റിയെടുക്കാൻ വേണ്ടി ഈ മൈനസ് തിരിച്ചിട്ടാൽ മതി. അപ്പം നമുക്ക് √2 - 1, അതായത് 1/x = √2 - 1. ഇനി കാണാൻ പറഞ്ഞ എന്താ? x - 1/x കാണണം. ആദ്യം നമ്മൾ ചോദിച്ചേക്കണത് x - 1/x (2) ആണ്. അപ്പോൾ x - 1/x എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 1 + √2 ആണ്. -1/xൻ്റെ വാല്യൂ √2 - 1. നമ്മൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ -√2 + 1 എന്ന് വരും. അപ്പോൾ ഇവിടെ ഈ √2 - √2 കട്ടായി കഴിഞ്ഞാൽ 1 + 1 = 2. അപ്പം നമുക്ക് കിട്ടിയത് എന്താ? x - 1/x 2 എന്ന് കിട്ടി. അതുകൊണ്ട് x - 1/x (2) = 2² അല്ലെങ്കിൽ 4. ഇപ്പം നമുക്ക് 4 എന്ന് പറയുന്ന ഒരു ചോയ്സ് ഉണ്ടോ എന്ന് നോക്കാം. അവർ ആൻസർ ഈസ് ബി. 4 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതേപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിനെ ഓൺലൈനിൽ വാട്സപ്പിൽ മക്കൾ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഹൈ അയച്ചാൽ മതി. സാറിൻ്റെ ടീച്ചേഴ്സ് മക്കളെ 1-to-1 ആയിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടുതൽ PDF ക്വസ്റ്റ്യൻസൊക്കെ സാർ തരുന്നുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. മക്കളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.